ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. ലേബർ പാർട്ടിയിലെ ആഭ്യന്തര കലഹങ്ങളെ തുടർന്നാണ് രാജി. ആൻ ബേൺഹാം കിയർ സ്റ്റാർമറുടെ പിൻഗാമിയായേക്കും. 10 വർഷത്തിനിടെ 6ാമത്തെ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടനിൽ രാജിവെച്ചൊഴിയുന്നത്. വിലക്കയറ്റവും ക്ഷേമ പദ്ധതികൾ വെട്ടിച്ചുരുക്കിയതും UK-യിൽ സ്റ്റാർമറുടെ ജനപ്രീതി ഇടയാക്കി. ഇതിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി തിരിച്ചടി നേരിട്ടതോടെ പാർട്ടിക്കുള്ളിൽ ഒരു ഭാഗം സ്റ്റാർമർക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ബ്രിട്ടനിൽ ലേബർ പാർട്ടി എംപിയും ഒപ്പം മലയാളിയുമായ ശ്രീ സോജൻ ജോസഫ് ഇപ്പോൾ 24-നൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സോജൻ ജോസഫ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഈ രാജിയിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ്. ഇത് തന്നെയാണോ യഥാർത്ഥ കാരണം ഈ രാജിക്ക് പിന്നിൽ, ശ്രീ സോജൻ ജോസഫ്? ഒരു പരിധി വരെ അതാണ്. നമുക്ക് ഈ അടുത്തിടെ ഇവിടെ ഒരു ലോക്കൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതിൽ ലേബർ പാർട്ടിക്ക് 1500ഓളം കൗൺസിലർമാരെ നഷ്ടമായി. അത് മാത്രമല്ല, വളർന്നു വരുന്ന നൈജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച അത് തടയുന്നതിൽ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറിന് ഒരു പരിധിവരെ സാധിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിൽ ഒരു മാറ്റം വരണമെന്ന് ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ കുറെ എംപിമാരുടെ ഒരു ആഗ്രഹപ്രകാരമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം 14 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം ഒരു വലിയ വിജയം ആണ് അദ്ദേഹം കരസ്ഥമാക്കിയത്. കഴിഞ്ഞ 2 വർഷക്കാലം നിരവധി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചെങ്കിലും ഈ വലതുപക്ഷത്തിന്റെ വളർച്ചയെ തടയുന്നതിൽ അദ്ദേഹത്തിന് കാര്യമായ ഒന്നും ചെയ്യാൻ സാധിക്കാതിരുന്നതിലുള്ള ഒരു പ്രതികരണം ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഫലമാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഈ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ തന്നെയാണോ പിൻഗാമി സ്ഥാനത്തേക്ക് വരിക? ഈ ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടക്കുന്ന ആ പേര് തന്നെ ആകുമോ? ജനാധിപത്യം അതിന്റെ ഒരു ഏറ്റവും മനോഹരമായി കാണുന്ന ഒരു രാജ്യമാണ് ഈ UK. ഇവിടെ രാജ്യത്തുള്ള ജനാധിപത്യം പോലെ തന്നെ പാർട്ടിക്കുള്ളിലും വളരെ നല്ല ജനാധിപത്യ രീതിയിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ആർക്ക് വേണമെങ്കിലും അടുത്ത നേതാവായി മുന്നോട്ട് വരാനുള്ള ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. 1-2 പേരുകൾ മുന്നിൽ കേൾക്കുന്നുണ്ട്. ചിലപ്പോഴാണെങ്കിൽ എല്ലാവരും കൂടി ഒരാളിലേക്ക് തന്നെ തീരുമാനത്തിലെത്താൻ സാധ്യത കാണുന്നുണ്ട്. അതിനുള്ള ഒരു സമയപരിധിയും അദ്ദേഹം ഇന്ന് കിയർ സ്റ്റാർമർ രാവിലെ രാജി പ്രഖ്യാപിച്ച കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ പുതിയ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ പാർട്ടിയുടെ ലീഡറാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു അവസരമാണ്. 1-2 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ശ്രീ ആൻഡി ബേർണത്തിന്റെ പേര് തന്നെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒട്ടനവധി മലയാളികളുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ. അപ്പോൾ ഈ ബ്രിട്ടന്റെ പൊതുനയങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലും വലിയ ചർച്ചയാവുന്നതാണ്. ഈ നയങ്ങളും സമീപനങ്ങളും ഒക്കെ നടപ്പാക്കുന്ന ഒരു സമയത്ത് ഈ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം ഭരണമാറ്റങ്ങൾ, രാജികളൊക്കെ അത് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമോ, ശ്രീ സോജൻ ജോസഫ്? തീർച്ചയായിട്ടും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 7 പ്രധാനമന്ത്രിമാരാണ് നമുക്ക് UK-യിൽ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കൺസർവേറ്റീവ് സർക്കാരുകളുടെ കാലത്ത് നിരവധി പ്രധാനമന്ത്രിമാരെ അവസാന കാലഘട്ടത്തിൽ അവർ മാറ്റി നോക്കി. ഇത് രാജ്യത്തിന്റെ പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലും മറ്റുമൊക്കെ വളരെ ഒരു മോശമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം കൂടിയാണത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആവശ്യമാണ് ഓരോ രാജ്യത്തിന്. നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണെങ്കിലും അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാലും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത്രയും അധികം ഭൂരിപക്ഷമുള്ള എംപിമാരുണ്ടായിട്ടും ഞങ്ങൾക്ക് അത് ഈ പെട്ടെന്ന് തന്നെ 2 വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ മാറ്റേണ്ട ഒരു സ്ഥിതി വന്നത് പലരും ആശ്ചര്യത്തോടെയാണ് കാണുന്നത്. നമ്മുടെ ആളുകളുടെ ഒരു മെന്റാലിറ്റി മാറുന്നതിൻ്റെയും പെട്ടെന്നുള്ള ഒരു കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നുള്ള ഒരു പ്രതീക്ഷയും ആളുകൾക്കുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നില്ല. നിരവധി നല്ല പോളിസികൾ അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ ജനങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങളിൽ മാറ്റം വരണമെന്നുള്ളൊരു ആഗ്രഹം സാധിക്കുന്നില്ല. അപ്പോൾ പ്രധാനമന്ത്രിയെ നിരവധി തവണ മാറ്റിയത് ഒരിക്കലും രാജ്യത്തിന് ഗുണകരമല്ല. അത് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ സോജൻ ജോസഫ്, അത്രയും സമയം പ്രതികരിച്ചതിന്. ഏതായാലും പുതിയ ഭരണ നേതൃത്വം വരട്ടെ, ആ സമയപരിധിക്കുള്ളിൽ പുതിയ ഭരണ നേതൃത്വം വരട്ടെ, ബ്രിട്ടനിൽ പുതിയ നയങ്ങൾ വരട്ടെ, സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് കരുതുകയാണ്. നന്ദി. 24-നൊപ്പം. താങ്ക് യു. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.